ഹലോ ഐസിയ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എന്താ റെസിപ്പി അറിയാമോ? ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ട് ഒരുപാട് പഴമയാർന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ മമ്മ, അതായത് എൻ്റെ മമ്മിയുടെ മമ്മി, എൻ്റെ ഗ്രാൻഡ് മദർ, എപ്പോഴും ക്രിസ്മസ് സമയമാകുമ്പം കരോൾ വരുമല്ലോ, ചർച്ചിൽ നിന്ന് കരോൾ വരും. അപ്പം മിഡ് നൈറ്റ് ഒക്കെ ആയിരിക്കും വരുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ സ്പെഷ്യലായിട്ട് ഈ ഒരേപ്പം തയ്യാറാക്കും. പക്ഷേ ശരിക്കും ട്രഡീഷണൽ വേ എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളൊരു വേ ആകട്ടോ. എന്ന് പറഞ്ഞാൽ മമ്മ തീക്കണ്ണിലൊക്കെ മേളിൽ ഇട്ടിട്ട്, ഉരുളിയുടെ മേളിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി മണിക്കൂറാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ടേസ്റ്റ് എൻ്റെ ദൈവമേളങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞുണ്ടല്ലോ. ഈ പള്ളിയിലെ അച്ഛൻ വരെ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇതുപോലെ ഇന്ന വീട്ടിൽ പോകുന്നത് ഒരപ്പം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം വേറെ ആരും ഒരപ്പം ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടാറില്ല. പലർക്കും അറിയില്ല റെസിപ്പി, പലർക്കും മെനക്കെടാൻ വയ്യ. പക്ഷെ മമ്മ എല്ലാ കൊല്ലവും, മമ്മയ്ക്ക് ആവുന്നിടം വരെ എല്ലാ കൊല്ലവും റെഗുലറായിട്ട് ക്രിസ്മസിന് ഇത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്കും തരുമായിരുന്നു. ഞാനൊക്കെ ഇഷ്ടം പോലെ വാരി വലിച്ച് കഴിക്കുമായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ക്രേവിംഗ് ഒക്കെ വന്നപ്പം ഞാൻ അപ്പോൾ അത് ട്രൈ ചെയ്തു. അതുപോലെ എൻ്റെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുത്താലേ അവർക്കും അറിയുള്ളൂ. അങ്ങനെ ഞാൻ ഈ ഒരപ്പം ഉണ്ടാക്കി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഒരപ്പം ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്താണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കി കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ സ്വല്പം നെയ്യിൽ നമുക്ക് കുറച്ച് കശുവണ്ടിയും പിന്നെ കിസ്മിസും വഴറ്റി മാറ്റി വെക്കാം. പിന്നെ 300 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി നമുക്ക് ഉരുക്കിയെടുക്കണം. മെൽറ്റ് ചെയ്തെടുക്കുക. എടുത്ത ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ചൂടാക്കുവാണ്. എന്നിട്ടിത് നന്നായി മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു വലിയ പാനിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് 1-ാം പാൽ 2-ാം പാൽ എന്നില്ല, തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒട്ടും കട്ട പിടിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത ശേഷം അടുപ്പത്ത് വെക്കുള്ളേ. നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം മാത്രം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാമേ. അപ്പോൾ നമ്മളിത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടുപ്പത്തേക്ക് വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാമേ. നമ്മൾ ഈ ഫുൾ പ്രൊസീജിയർ ലോ ഫ്ലെയിമിലായിരിക്കും ചെയ്യുന്നത്. ഇത് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അപ്പം അന്നത്തെ കാലത്തൊക്കെ മമ്മ ശരിക്കും അരി കുതിർത്ത് പൊടിപ്പിക്കുമായിരുന്നേ, അതാണ് ഉപയോഗിച്ചിരുന്നത്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ വിടരുത്. അപ്പം പണ്ടത്തെ പ്രൊസീജിയർ ആണെങ്കിൽ ശരിക്കും അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് അരി കുതിർത്തിട്ടൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കുതിർത്ത് അത് പൊടിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പം നമ്മളിത് ഇളക്കും തോറും ഇടയ്ക്ക് പിന്നെയും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അപ്പം ഇതിന് അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്വല്പം പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ വിടരുതേ, കാരണം കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട കുത്തിപ്പോവും. അപ്പോൾ അത് കട്ടിയാവാൻ തുടങ്ങി. ഇപ്പോൾ സ്വല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 2 പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു, ഇനിയിപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച്, ഇതിനൊന്നും ഞാൻ അളവ് പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ രീതിക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക. കണ്ടോ, കട്ടാവാൻ തുടങ്ങി. അപ്പം ഇത് തിക്കാവാൻ തുടങ്ങുന്തോറും ഇളക്കാൻ സ്വല്പം ബുദ്ധിമുട്ട് കാണും, പക്ഷെ കുഴപ്പമില്ല, ഇളക്കി കൊടുത്താൽ മതി. വിസ്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇളക്കാൻ. അന്നത്തെ കാലത്തൊക്കെ ഉരുളിയിലകട്ടെ ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് കുറച്ച് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പീനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ ഇത് ചേർക്കാറുണ്ട് കേട്ടോ. ഇതോട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നല്ല തിക്കായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ നെയ്യൊന്നും ആവശ്യമില്ല. ഒരു അപ്രോക്സിമേറ്റ് പറയുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂണും നെയ്യ് അതുപോലെ തന്നെ ഒരു 6 ടേബിൾ സ്പൂണുമാണ് ആവശ്യം.
ഇത് നമ്മൾ ഇളക്കിയെടുക്കുന്ന ഒരു ടൈമിൽ. അപ്പോൾ ഇത് നന്നായി നമുക്ക് ഇളക്കാൻ കണ്ടോ, നന്നായി കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. അപ്പം നമ്മൾ അന്ന് മമ്മ ഇത് ഉരുളിക്കകത്തുണ്ടാക്കി അങ്ങനെ തന്നെ ഇത് സ്വല്പം നെയ്യ് മേലെ ഒഴിച്ചിട്ട് നന്നായി ഇങ്ങനെ പരത്തി വെച്ച് ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ അടുപ്പത്ത് ഇങ്ങനെ വെക്കും കേട്ടോ ബേക്ക് ചെയ്യാൻ. അപ്പം മേളിൽ താഴെ അടുപ്പിൻ്റെ തീ ഉണ്ടാവും, മേളിൽ കനലും ഇട്ടേക്കും. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ അടുപ്പിൻ്റെ സൗകര്യമൊന്നും ഇല്ലല്ലോ, അപ്പം ഞാൻ ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പക്ഷേ ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ, ആ സെയിം ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിച്ചായിരുന്നേ. പക്ഷേ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തു. ഉണ്ടാക്കിയതേ അറിഞ്ഞുള്ളൂ കേട്ടോ, തീരുന്ന വഴി അറിഞ്ഞില്ല. എൻ്റെ കുഞ്ഞുവാവയ്ക്കും ഇഷ്ടപ്പെട്ടു, മോക്കും ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മൾ ഈ കാഷ്യൂവും കപ്പലണ്ടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ദാ ഈ പരുവായി ഓഫ് ചെയ്യുക. ഞാനിവിടെ ഒരു കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പാനോ പ്ലേറ്റോ എടുത്ത് കുറച്ച് നെയ്യ് അതിൽ തൂത്ത ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ മാവ് നമ്മൾ കുക്ക് ചെയ്ത മാവ് ഇട്ട് കൊടുത്ത് നന്നായി പരത്തി കൊടുക്കുക. മേളിലും കൂടെ കുറച്ച് ഞാൻ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്വല്പം 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു വലിയ പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ കേക്കൊക്കെ സ്റ്റൗ ടോപ്പിൽ നമ്മൾ ബേക്ക് ചെയ്യത്തില്ലേ, ആ ഒരു സ്റ്റൈലിൽ ഒരു പാത്രം വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പ്ലേറ്റ് പോലെ വല്ലതും കമത്തി വെച്ച് ഒന്ന് ചൂടായ ശേഷം അതിൻ്റെ മേളിലോട്ട് നമ്മൾ പാൻ വെച്ച് അടച്ച് വെക്കാം. ഒരു 45 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇത് കുക്കാവട്ടെ 45 മിനിറ്റിന്. ഇപ്പോൾ ദാ 45 മിനിറ്റായി കുക്കായി പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി. നമുക്കിത് ചൂടാറിയ ശേഷം കട്ട് ചെയ്യാമേ. നമ്മുടെ അടിപൊളി ഒരപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്ത് യമ്മിയാണ് കാണാനല്ലേ, കഴിക്കാനും അതുപോലെയാണ്. ഇപ്പോൾ ദാ ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് അകം നല്ല സോഫ്റ്റ് ആയിരിക്കും, മേലെ ഒരു തരം ക്രിസ്പിനെസ് കാണും. എന്ന് പറഞ്ഞാൽ കറുമുറ എന്നല്ല, ഒരു തരം ക്രിസ്പിനെസ്. അപ്പോൾ അതിൽ ഈ നട്ട്സും കപ്പലണ്ടി എല്ലാം ചേർന്ന് കഴിക്കുമ്പം പിന്നെ പെരുംജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പം അടിപൊളിയാകട്ടെ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ആരൊക്കെ ഒരപ്പം കഴിച്ചിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടുണ്ടെന്നും കഴിക്കാത്തവരൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീണ്ടും അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.